ക്ഷീണിച്ചു ക്രൂശിൽ നിന്നു ദാഹിച്ചു വെള്ളം കേണു കണ്ണിൽ ദയയില്ലാതെ കൈപ്പു കാടി കൊടുത്തു കണ്ണിൽ ദയയില്ലാതെ കൈപ്പു കാടി കൊടുത്തു കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. ഏവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. നോമ്പിന്റെ 8-ാം ദിവസത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം മാർക്കോസ് 1-ാം അധ്യായം 40 മുതൽ 45 വരെ. ഈ വേദഭാഗത്ത് നിന്നും അശുദ്ധി ഭവിക്കാത്ത സംസർഗ യാത്ര എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് സംഭവിച്ച അത്ഭുത സൗഖ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദഭാഗത്തിൽ ഒന്നാണ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. കുഷ്ഠരോഗി യേശുവിന്റെ സ്പർശനത്താൽ ശുദ്ധിയായിരിക്കുക സൗഖ്യമാക്കുന്ന ഈ വിവരമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 1. ശുദ്ധീകരണമാണ് സൗഖ്യമാകലിന്റെ അടിസ്ഥാനമെന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. ഒരു കുഷ്ഠരോഗി വന്നു മുട്ടുകുത്തി അപേക്ഷിച്ച് യേശുവിന് മനസ്സുണ്ടായി തന്നെ ശുദ്ധീകരിക്കണമെന്നാണ് ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങൾ കുഷ്ഠരോഗ നിർണയം പുരോഹിതൻ നടത്തുന്നതിനെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഒരുവന് കുഷ്ഠരോഗം ഉണ്ടെന്ന് കണ്ടാൽ അയാളെ അശുദ്ധനെന്ന് പുരോഹിതൻ വിധിക്കും. പാളയത്തിന് പുറത്ത് സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് അകന്ന് അയാൾ ജീവിക്കണം. യേശുവിന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തുന്ന കുഷ്ഠരോഗി തന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ശക്തി യേശുവിലുണ്ടെന്ന് വിശ്വാസമുള്ളവനാണ്. പാപത്തിന്റെയും മാലിന്യത്തിന്റെയും അശുദ്ധിയിൽ നിന്നും തങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ശുദ്ധീകരണത്തിന്റെ കുറവാണ്. യേശുവിൽ തുറക്കപ്പെട്ടതായി അയാൾ മനസ്സിലാക്കി. തന്റെ കുഷ്ഠരോഗത്തിന്റെ അശുദ്ധി മാറ്റുന്നതിന് യേശുവിന്റെ മുൻപിൽ മുട്ടുകുത്തി അയാൾ അപേക്ഷിക്കുന്നു. പലവിധ കാരണങ്ങളാൽ അശുദ്ധി ഭവിച്ചിരിക്കുന്നവർ യേശു ക്രിസ്തുവിൽ ശുദ്ധീകരണത്തിന്റെ ഉറവ കണ്ടെത്തുന്ന കാലമാണ് നോമ്പ് കാലഘട്ടം. പാപമാണോ ഈ കുഷ്ഠരോഗിയുടെ രോഗകാരണമെന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നില്ല. എല്ലാ രോഗങ്ങളും പാപത്തിന്റെ ഫലമാണ് എന്ന് യേശു പഠിപ്പിക്കുന്നില്ല. രോഗം ഉണ്ടാകാമെന്ന് വചനത്തിൽ സൂചനകൾ ഉണ്ടാകാൻ നിലവിലുള്ള സമൂഹവും മതപരവുമായ ബോധങ്ങൾ അനുസരിച്ച് തന്റെ മേൽ ശാപമുണ്ടെന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ അതിന്റെ വിമുക്തി യേശുവിന്റെ സന്നിധിയിലുണ്ടെന്ന് തിരിച്ചറിയുന്നു. തന്നെ കുഷ്ഠരോഗി എന്ന് വിധിച്ച പുരോഹിതനെതിരെ സംസാരിക്കാനെന്നും അയാൾക്ക് ശക്തിയില്ല. എന്നാൽ സഹരാത്രികളിൽ പ്രകാശമായി യേശു വന്നിരിക്കുന്നു എന്ന് അയാൾ തിരിച്ചറിയുന്നു. ഇന്നും ഒറ്റപ്പെടലിന്റെയും സങ്കടങ്ങളുടെയും ഭീതികളിലൂടെ കടന്നു പോകുന്നവർക്ക് അത്താണി യേശു മാത്രമാണെന്നുള്ള തിരിച്ചറിവാണ് ഇന്നത്തെ വായന നൽകിയിരിക്കുന്ന ഉൾക്കാഴ്ച. 2. അശുദ്ധി സംഭവിക്കാത്ത സ്പർശന സംവേദമാണ് ഈ വേദഭാഗത്തിന്റെ ശക്തമായ വെല്ലുവിളി. അശുദ്ധി ബാധിച്ച വ്യക്തിയെയോ വസ്തുവിനെയോ സ്പർശിക്കുന്നവൻ അശുദ്ധനായി തീർന്നു എന്ന ധാരണ നിലനിന്നിരുന്ന കാലത്ത് യേശു കുഷ്ഠരോഗിയുടെ സ്പർശിച്ചാണ് സൗഖ്യമാക്കിയതെന്ന യാഥാർത്ഥ്യം വിപ്ലവകരമായ ഉൾക്കാഴ്ചയാണ് നൽകുന്നത്. സ്പർശിക്കപ്പെട്ട വ്യക്തിയുടെ അശുദ്ധി സ്പർശിച്ച ആളിനെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, യേശുവിന്റെ വിശുദ്ധി കുഷ്ഠരോഗിയെ ശുദ്ധനാക്കി തീർക്കുകയും ചെയ്തു.
മുഖം തൊട്ടവരും യേശു തൊട്ടവരും പൂർണ്ണരായിട്ടുണ്ടല്ലോ. രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രാലങ്കാരം തൊട്ടപ്പോൾ അവൾ പൂർണ്ണനായി തീർന്നു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. കുഷ്ഠരോഗിയെ യേശു മനസ്സലിഞ്ഞ് തൊടുകയായിരുന്നു. യേശുവിന്റെ മനസ്സലിവ് കേവലം വികാരപരമായിരുന്നില്ല, പ്രവർത്തനക്ഷമമായിരുന്നു. കൈനീട്ടി തൊട്ട അകലം സമൂഹം കൽപ്പിച്ചു നൽകിയ അകലമായിരുന്നു. ആ കാലം കൈനീട്ടി ഇല്ലാതാക്കാൻ യേശുവിന് കഴിഞ്ഞു. ഒരു പക്ഷേ മനുഷ്യ സ്പർശം ഇല്ലാതെ കഴിഞ്ഞിരുന്ന കുഷ്ഠരോഗിക്ക് അതുമൂലം യേശു നൽകിയ മാനസിക സൗഖ്യം വിപുലമായിരുന്നു. അശുദ്ധി നിറഞ്ഞ ഘടകങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് ഉച്ചാടനം ചെയ്യാൻ കഴിയുന്ന ആന്തരിക ബലമാണ് നോമ്പുകാലം നൽകിയിരുന്ന സംഭാവന. വിശുദ്ധിയുടെ ഘടനകളെ അശുദ്ധി ഗ്രഹിച്ചു കളയുന്ന അപജയങ്ങൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. സ്പർശനം അപകടകരമായി തീരുന്നതിനാൽ അത് ഭയപ്പെടുത്തുന്ന മാനസിക അവസ്ഥകൾ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ വിശുദ്ധിയുടെ ആന്തരിക ബലമാണ് വർദ്ധിതമാക്കേണ്ടത്. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. 3. സൗഖ്യമായ കുഷ്ഠരോഗിയുടെ യഥാസ്ഥാനപ്പെടുത്തലായിരുന്നു യേശുവിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് പോയി പുരോഹിതന്മാർക്ക് സ്വയം കാണിച്ച് ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അയാളെ കുഷ്ഠരോഗിയെന്ന് വിധിച്ച് സമൂഹത്തിന് പുറത്താക്കിയവർക്ക് മാത്രമാണ് അയാളെ തിരികെ പ്രവേശിപ്പിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നത്. സമൂഹ ജ്യേഷ്ഠാക്കന്മാർ മാത്രം കഴിയുന്ന മതഘടനകൾക്ക് മുമ്പിലുള്ള ഒരു തിരുത്തൽ സ്വാധീനമാണ്. യേശു ന്യായപ്രമാണത്തെയോ അതിന്റെ അനുശാസനകളെയോ നിഷേധിച്ചു കളയുന്നില്ല. യേശു അവയ്ക്ക് പൂർത്തി വരുത്തിയതായിരുന്നു. പക്ഷേ സൗഖ്യമായ വ്യക്തി അത് ചെയ്യുന്നതിന് പകരം യേശുവിന്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചു തനിക്ക് നൽകിയ സൗഖ്യത്തെക്കുറിച്ചും സൗഖ്യദായകനെ കുറിച്ചും പ്രസ്താവിച്ചു തുടങ്ങി. തന്റെ സൗഖ്യദായകനെയോ കാരുണ്യപരമോ ആയ നടപടികൾക്ക് പരസ്യം നൽകരുത് എന്ന് യേശു പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. യേശുവിന്റെ ശുശ്രൂഷയുടെ സമഗ്രത ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അത് പ്രസ്താവിക്കുമ്പോൾ ഭാഗികമായി മാത്രമാണ് പ്രഘോഷിപ്പിക്കപ്പെടുക. യേശു അത്ഭുത രോഗശാന്തി പ്രവർത്തിക്കുകയാണ് എന്ന് പ്രസ്താവിക്കുമ്പോഴും അത് ദൈവരാജ്യ ശുശ്രൂഷയാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്നില്ലല്ലോ. ഒരു പക്ഷേ ദൈവരാജ്യ ലക്ഷ്യങ്ങൾക്ക് അത്തരം ഭാഗിക ഘോഷണങ്ങൾ തടസ്സമായി തീരാം. പട്ടണത്തിൽ കടക്കാൻ കഴിയാതെ നിർജ്ജന സ്ഥലങ്ങളിൽ യേശുവിന് പാർക്കേണ്ടി വന്നത് കുഷ്ഠരോഗം സൗഖ്യമായ വ്യക്തിയുടെ അമിത ആവേശം കാരണമാണ്. സൗഖ്യമാക്കിയെങ്കിലും അനുസരണയോടെ ശിഷ്യനായിരിക്കാൻ കഴിയാതെ പോകുന്ന ദിവ്യോഗമാണ് ഏറ്റവും വലിയ സങ്കടം. നോമ്പുകാലങ്ങളിൽ യേശുവിന്റെ കഴിയേണ്ടതാണ്. അശുദ്ധി ഭവിക്കാത്ത സംസർഗ ശക്തിയിൽ ബലസ്പർശനം തിരിച്ചറിഞ്ഞ് യേശുവിനോട് കൂടെ വളരാൻ നമുക്കും പെടുവാൻ നാം യേശുവിന്റെ ആത്മാവിൽ വളരേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ മനസ്സലിവും കാരുണ്യവും എന്റെ മേൽ സ്വാധീനമായി തീരാൻ എന്നെ സഹായിക്കണമേ. കേവല സൗഖ്യത്തിനപ്പുറം ശിഷ്യത്വത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ എനിക്ക് കൃപ നൽകണമേ.